അപ്പൊ ഇപ്പൊ ഞാൻ ജസ്റ്റ് നിന്ന ചേട്ടനോട് ഞാൻ ചോദിച്ചത്, ആ ചേട്ടനോട് ചോദിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലെ കടന്നു പോകുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ പുള്ളിയോട് ചോദിച്ചതുള്ളൂ. പക്ഷെ എനിക്കറിയായിരുന്നു ഇതിലെ കടന്നു പോകില്ല എന്നറിയായിരുന്നു. കാരണം പറഞ്ഞാൽ ഇത് 5-6 വർഷമായിട്ട് ചുമ്മാ മനുഷ്യരെ പറ്റിക്കാനായിട്ട് ഇത്രയും രൂപയും കൊടുത്ത് ഇവിടെ ഇങ്ങനെ ഇത്ര കോടികൾ അല്ലെ ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഇങ്ങനെ ഇവിടെ പണിതിട്ടേക്കണാണ്. ഇങ്ങനെ പണിതിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം കിട്ടിയോ ഇവന്മാർ ഇതിലെ യാത്ര ചെയ്യാൻ, ഈ മന്ത്രിമാരും കാര്യങ്ങളും എല്ലാം യാത്ര ചെയ്യാനായിട്ട് അതിലെല്ലാം കറങ്ങി എല്ലാവരും ഒരുമിച്ചിരുന്ന് യാത്രയും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട്. ഇവിടെ ആൾക്കാർക്ക് നടന്നു പോകാൻ, ശരിക്കും നടന്നു പോകാൻ പോലും ഈ പാളത്തിൽ കൂടെ നടന്നു പോകണമെങ്കിൽ മഴക്കാലത്തൊക്കെ ചില പാടാന്ന് പറഞ്ഞത്. ഈ വണ്ടിയും കൊണ്ട് ഇവിടെ ഇപ്പുറത്ത് കടന്നു കഴിഞ്ഞാൽ 2-2.5-3 കിലോമീറ്റർ ലാഭം കിട്ടണം. അതിന് വേണ്ടി പണിത പാലമാണ് ഇത്. കാണിച്ചിട്ടേക്കണം 5-6 വർഷമായി. അതുകൊണ്ട് തന്നെ ഞാൻ അറിയാൻ പാടില്ലാത്ത ആളെ പോലെ വന്ന് ഞാൻ ചോദിച്ചത് അതുകൊണ്ടാണ്. നിങ്ങൾ പിന്നെ ഉള്ളത് ഇതെവിടെ ഉള്ളത് ആൾക്കാർക്ക് അക്കരെ കടക്കാനായിട്ട് ഇതെവിടെയായിട്ട് ഒരു കടത്തുണ്ട്. ആ കടത്താണ് 2018 പൊളിഞ്ഞു പോയത്. കടത്തല്ല, പാലം, ഒരു പാലം ഉണ്ടായിരുന്നു, തൂക്കുപാലം. ആൾക്കാർക്ക് അക്കരെ ഇക്കരെയും കിടക്കാനുള്ള തൂക്കുപാലം. അതിനെങ്ങാണ്ട് തൂക്കുപാലം ഇല്ലെങ്കിൽ വണ്ടിക്കൂലി വിളിച്ചു പോകണമെങ്കിൽ ഭയങ്കര കാശാണ്. ഓട്ടോറിക്ഷ വിളിച്ചു പോകണമെങ്കിൽ. അതാണെങ്കിൽ ഇത് എവിടെയാണ് അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതിപ്പോ എന്തോ ഒരു കടത്തുണ്ടെന്ന് തോന്നുന്നു. അവിടെയും കൂടെ നമ്മൾ പോയി ഒന്ന് കാണിച്ചു തരാം. ഇത് സ്ഥലം ഞാൻ പറഞ്ഞുതരാം. ഒളമറ്റം, തൊടുപുഴ ഒളമറ്റത്ത് നിന്ന് പ്രശസ്തമായ കാഞ്ഞിരമറ്റം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലേക്കുള്ള പാലമാണിത്. നേരെ ഈ പാലം കടന്നാൽ മഹാദേവന്റെ മുറ്റത്തേക്കാണ് കാണുന്നത്. ഇത് കാണിച്ചു കൊടുത്തേ പോലെ മഹാദേവ ക്ഷേത്രത്തിന്റെ കടവിലുള്ള പാലമാണ് ആ കാണുന്നത്. അത്ര സൗകര്യമായിട്ട് ഈ 5-6 വർഷമായിട്ട് ഇവരിത് പണിത് ഒരുപാട് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ്. ഇതൊക്കെ ഒന്ന് നന്നാക്കാൻ നിങ്ങൾക്കൊക്കെ പറ്റുമെങ്കിലും നന്നായി കൊടുക്കുക. എത്ര പേര്, ഞാനിത് ആദ്യത്തെ ആളൊന്നുമല്ല, ഒരു 25 പേരും 25 ചാനലുകളും വാർത്താ ചാനലുകളും ഇവിടെ വന്ന് ചെയ്തതാണ്. എന്നിട്ടൊന്നും ഒരു ഗുണം ഉണ്ടായില്ല. പിന്നെ ഞാൻ ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങിയ സ്ഥിതിക്ക് ഞാനും കൂടി ഒന്ന് ചെയ്യാൻ ഓർത്തുകൊണ്ട് മാത്രം വന്നുള്ളൂ. അപ്പൊ ഞാൻ മറ്റേ ആ പൊളിഞ്ഞു കിടക്കണ ആ പാലം 2018 പൊളിഞ്ഞ ആ പാലം കൂടെ കാണിച്ചു തരാം. ആ കടത്തം ഉണ്ടെന്ന് തോന്നുന്നു, വല്ലപ്പോഴും ഒക്കെ ഉള്ളൂ. അത് ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ആ ഒരു പാലം കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആൾക്കാർ അക്കരെ പോയിക്കൊണ്ടിരുന്ന 1 കിലോമീറ്റർ മാറി ഒളമറ്റത്ത് ഇവിടെ ഒരു കമ്പിപ്പാലായിരുന്നു ഉണ്ടായിരുന്നത്. അതാണ് 2018 ആ പ്രളയത്തിൽ പൊളിഞ്ഞു പോയതാണ്. ആ പൊളിഞ്ഞു പോയ സാധനം ഇപ്പോഴും ഇങ്ങനെ ഇവിടെ വന്നത് പകുതി നിൽക്കുവാണ്. ഇവിടെ വന്നിട്ട് പിന്നെ ഉള്ളത് ഒരു കടത്തുണ്ട്. നമുക്ക് ആ കടത്തും നമുക്ക് ഇന്നൊന്ന് കടത്തി കയറിപ്പോയി നമുക്ക് അവരോട് ചോദിക്കാം, ഈ യാത്രക്കാരോട് നമുക്ക് ചോദിക്കാം എങ്ങനെയാണ് ഇവിടുത്തെ സൗകര്യം കാര്യങ്ങളും എങ്ങനെയാണെന്ന് നമുക്ക് ചോദിക്കാം. അപ്പൊ ഇത് നിങ്ങൾ ഈ പ്രായമായിട്ട് ഇതിന്റെ അകത്ത് കയറി, എനിക്ക് സത്യം ഞാൻ ആദ്യമായിട്ട് ഇതിന്റെ അകത്ത് കയറണേ. നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് ഇപ്പൊ ഇവിടെ ഈ മറ്റേ പാലം ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ടോ? ബുദ്ധിമുട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇപ്പൊ ആ കൊച്ചി കോടകളിലെ കൊച്ചു വള്ളം മരിച്ച കാരണം ഞങ്ങളിപ്പോ നടന്നുകൊണ്ട് ഈ 2018 ഇത് ഒഴുകിപ്പോയി. ഞാൻ എന്നിട്ട് ഇവിടുന്ന് എന്റെ വീട് നേരെ അക്കരയാ. ഇവിടുന്ന് കാഞ്ഞിരമറ്റം മാരിക്കലില്ലേ അവിടെ ചെന്നിട്ട് അവിടുന്ന് നടന്ന് ഞാൻ പൊന്നാന്താനത്തെ കമ്പനിയിലേക്ക് ലൂണാറിലേക്ക് പണിയാൻ പോകണം. എത്ര ദൂരം കാണും? എത്ര ദൂരം കാണും ചന്ദൻ ചേട്ടാ? 5 കിലോമീറ്ററിന് അടുത്ത് വരും. നടന്ന് ഞാൻ ഓട്ടോറിക്ഷ വിളിച്ചു പോയാൽ പിന്നെ പോകേണ്ട കാര്യമില്ലല്ലോ. ഇതിപ്പോ ഏതാണ്ടല്ലോ 1000-300 രൂപയ്ക്ക് കടയിൽ നിൽക്കുന്ന ഒരു പെങ്കൊച്ചൊരു ജോലിയും കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ വള്ളക്കൂലിയും വണ്ടിക്കൂലിയും അതുങ്ങൾക്ക് എന്തുണ്ട് വീട്ടിൽ കൊണ്ടുപോകാൻ. എന്ത് സൗകര്യം. എത്ര നാളായി പോയിട്ട്? ഇത് എപ്പോ പോയതാ? ഇത് 2018 വെള്ളപ്പൊക്കത്തിന്. നമ്മുടെ ചന്ദ്രചേരനൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അത്യാവശ്യം പിടിച്ചു നിന്ന് ഇപ്പൊ ഈ കോടമ്പള്ളിയിലെ കൊച്ചി വള്ളം മേടിച്ചേക്കണ കാരണം ഞങ്ങൾക്ക് 10 രൂപ കൊടുത്താലും ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം. ഇത് ഞങ്ങൾക്ക് വലിയൊരു സന്തോഷം. ഇവര് ഞാൻ ഈ ചന്ദ്രചേരൻ എങ്ങനെയുണ്ട്? കാശ് ചോദിച്ചു പിടിച്ചു മേടിക്കണം? അതൊന്നുമില്ല, ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി, ഒരു പ്രശ്നമില്ല. പക്ഷെ നമുക്ക് വേറൊരു കാര്യം കൂടെ ഉണ്ട്. പുള്ളി മെനക്കെട്ടിരിക്കുമ്പോ പുള്ളിനെ എന്തെങ്കിലും വേണ്ടേ? ഒരു ദിവസം ഇവിടെ മെനക്കെട്ടിരിക്കണ്ടേ? ചന്ദ്രൻ ചേട്ടോ ഒന്ന് ഉറക്കെ പറയാമോ? അവിടെ വരെ വരാൻ ബുദ്ധിമുട്ടാ. ചന്ദ്രൻ ചേട്ടനെ കുറിച്ച് ഇവർക്കൊക്കെ നല്ല അഭിപ്രായമാണല്ലോ. ഞങ്ങൾക്ക് ഈ വള്ളം ഇത് കമ്പിപ്പാലം കിട്ടുവാണെങ്കിൽ ഞങ്ങൾക്ക് വല്ലാത്ത നല്ലൊരു. ഇവിടെ വന്ന് ഇതെല്ലാം എസ്റ്റിമേറ്റ് എടുത്ത് ഇവിടെ എല്ലാം കുഴിച്ച് അവിടെ ഇവിടെ എല്ലാം കുഴിച്ച് ഇതെല്ലാം എടുത്ത് പോയി. മെമ്പർമാരോടും എല്ലാവരോടും പറഞ്ഞ ഇവിടെ ഉള്ളവർക്ക് വാർത്ത വേണം. ഞങ്ങൾക്ക് വാർത്ത വേണ്ട, ഞങ്ങൾക്ക് ഇച്ചിരി നടന്നു പോകാനുള്ള. 10,000 ചില്ലുവാണ് ആൾക്കാർ ഇതിലെ പോയിക്കൊണ്ടിരുന്നത്. പിള്ളേരും പോയി തീർന്നു. കുറച്ച് പോയി, ഇനിയും വരാനുണ്ട്. പിന്നെ ഈ കടകളിലൊക്കെ നിക്കണ ഈ സർക്കാരിന് നിവേദനവും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ടോ? എന്തോരം കൊടുത്തേക്കണം. ചിരിച്ചിരിച്ച് കവളൊക്കെ ഇനി ഉടനെ വരും.
അത് കഴിഞ്ഞ് തിരിച്ചു പോകുള്ളൂ. അധികാരികളും കേൾക്കാൻ വേണ്ടി തന്നെയാണ് അല്ല, അത് ചേച്ചി, അത് തന്നെ കറക്റ്റ് വേണം. വോട്ടിന്റെ ഭാഗത്ത് എങ്ങനെ വന്നതെന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യാൻ നേരത്തെ എങ്ങനെയാണ് ചിരിച്ചിരിച്ച് കവിള് വീർപ്പിച്ച് നീരും വെപ്പിച്ചോണ്ട് വരും. കാരണം ചിരിക്കാത്തവർക്ക് ചിരിക്കും. കാരണം വോട്ട് വേണമല്ലോ, അതിന് വേണ്ടി അല്ലെങ്കിൽ ഓട്ടോറിക്ഷ കൂലി ആയിട്ട് 200 രൂപ 250 രൂപ ഇങ്ങനെ പറഞ്ഞേക്കാം. അല്ല 150 രൂപ ടൗണിൽ നിന്ന് ഇവിടം വരെ. 10 രൂപയുടെ വഴിക്ക് 100 രൂപ 130 രൂപയൊക്കെ കൊടുത്താൽ ഞങ്ങൾ തൊടുവഴിക്ക് പോകണത്. ഞങ്ങൾക്ക് ഇവിടെ ഒരു പാലം വന്നു കഴിഞ്ഞാൽ എന്ത് സൗകര്യം, അതേ മൂലോറ്റം റോഡാണ്. അല്ല ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അറിയാമല്ലോ, ഇത് മൂലവറ്റം ഇടുക്കി ഈരാറ്റുപേട്ട കുടമാവെല്ലാം പോകാനുള്ള നമ്മൾ ആദ്യമായിട്ട് നമ്മളിത് കയറണേ. അല്ല ഇവിടെ ഒരു ഞങ്ങൾക്ക് ഈ വെള്ളപ്പൊക്കം വന്ന സമയത്ത് ഞങ്ങൾ ദേ വീടിന്റെ അവിടെ അന്ന് തലയിൽ ലൂണാറിന്ന് ചെരുപ്പിന്റെ വള്ളി തലയിൽ വെച്ച് ചോന്നുകൊണ്ടാ വന്നെ. ഞങ്ങൾ അങ്ങോട്ട് അന്നേരം ഈ സാധനത്തിലാ പോയിക്കൊണ്ടിരുന്നത്. അന്നും വെള്ളത്തേലായിരുന്നു ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. വള്ളത്തെ കയറാൻ പേടി വരില്ല. ഞങ്ങൾക്ക് ഇത് സ്ഥിരമായതല്ലേ, അതെ ഈ കമ്പിപ്പാലം ഉണ്ടായിരുന്നപ്പോ ഞാൻ വള്ളി ചോന്നു പോയപ്പോ കമ്പിപ്പാലത്തിൽ നിന്ന് 40 ദിവസം വള്ളി വെള്ളത്തിൽ കൂടെ പോയി. കാരണം ഒടിഞ്ഞ പലകയാ. പക്ഷെ ഇത് വെള്ളം ഉള്ളപ്പം മറിഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി ശകലം ബുദ്ധിമുട്ട് തന്നെയല്ലേ? പിന്നെ ആണോന്നോ ചത്തു പോകും. ഇതങ്ങനെ മറിയില്ല, പക്ഷെ ഇവിടെ തന്നെ എല്ലാം ഇവിടെ തന്നെ ആഴം ഉണ്ടെന്നറിയോ? ഇവിടെ സമയം മോശമാണെങ്കിൽ നമ്മൾ മറിയൂല്ലെന്നും പറയാൻ പറ്റില്ല. നമ്മുടെ സമയം മോശമാണെങ്കിൽ തീർന്ന കൊച്ചു പിള്ളേരൊക്കെ എന്തൂരം പോണം, അവർക്കൊക്കെ നീന്തൽ അറിയാൻ പാടില്ലാത്ത പിള്ളേരൊക്കെ ഒരുപാട് കാണും. ഭയങ്കര ബുദ്ധിമുട്ടാവാനെ. എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് കിട്ടുവാണെങ്കിലോ. അപ്പൊ ഇത് അപ്പൊ എന്റെ പൊന്ന് അധികാരികളെ ഇതൊക്കെ ഒന്ന് കണ്ടൊന്ന് നിങ്ങളൊന്ന് ഇതൊക്കെ ഒന്ന് കണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കുക. 2018 5-6 വർഷം കഴിഞ്ഞു. അതിന് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുത്താൽ ഈ വോട്ടിന്റെ സമയത്ത് മാത്രം ഈ ചേച്ചി പറഞ്ഞ പോലെ കിളിച്ചു പിടിച്ച് മോന്തയും വീർപ്പിച്ചിരുന്ന് വരാണ്ട് നിങ്ങൾ ഇതിനു വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കുക. അതൊക്കെയാ ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള പാവങ്ങൾ ഈ കിട്ടണ ആ 250 രൂപ ശമ്പളം കിട്ടണ ആ ചേച്ചിക്ക് ഓട്ടോറിക്ഷ വിളിച്ച് പോകണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 250 രൂപ മേളിലാവും. അപ്പോൾ ഇതിനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇത് ചൂണ്ടിക്കാണിക്കുക എന്ന് മാത്രമാണ് ചെയ്യാനുള്ളത്. ഫോൺ ഓക്കെ.